എല്ലാവർക്കും PSC 5Gയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജനേഷ്. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് PSC പരീക്ഷയെ വളരെ കാര്യഗൗരവമായിട്ട് സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ PSCയുടെ ചോദ്യ ടൈപ്പുകളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്നു വരുന്ന ചോദ്യ രീതികളല്ല ഇപ്പോൾ PSCയുടെ ചോദ്യ രീതികൾ എന്ന് പറയുന്നത്. അപ്പൊ അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് SCERT, NCERT ടെക്സ്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മുടെ ഇപ്പോ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് മനസ്സിലായില്ല. ടെക്സ്റ്റ് ബുക്കുകളല്ലേ റാങ്ക് ഫയൽ ഉള്ളതാകും എന്ന് നമുക്ക് ചിന്തിക്കും. പക്ഷെ അങ്ങനെ അല്ല. അത് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2021 ഏപ്രിലിൽ നടന്ന +2 ലെവലിന്റെ പ്രിലിമിനറി എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഞാൻ പറയാം. ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? 4 ഓപ്ഷനുകൾ തരുന്നു. പൊതുഭരണം, പൊതുജനാരോഗ്യം, ആസൂത്രണ കമ്മീഷൻ. പകുതിയിലധികം പേരും തെറ്റിച്ച അല്ലെങ്കിൽ പകുതിയിലധികം പേരും അറ്റൻഡ് ചെയ്യാതിരുന്ന ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാനുള്ള ചോദ്യമായിരുന്നു അത്. അപ്പോൾ പലർക്കും സംശയമായിരുന്നു ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്, ഈ ചോദ്യം എവിടെ നിന്ന് വന്നു, ഏത് ഭാഗത്ത് നിന്ന് വന്നു. കാരണം പഠിച്ച റാങ്ക് ഫയലുകളിൽ ഒന്നും തന്നെ ഇങ്ങനെ ഒരു ടോപ്പിക് ഉള്ളതായിട്ട് അറിയില്ല, ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഉള്ളതായിട്ടും അറിയില്ല. അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പൊതുഭരണം എന്നുള്ളതായിരുന്നു. അധികം പേരും ആസൂത്രണം എന്ന ഉത്തരം എഴുതി അത് തെറ്റിക്കുകയുണ്ടായി. അതിന്റെ ഉത്തരം എന്താണ്? പൊതുഭരണം. അപ്പൊ എവിടെ നിന്നാണ് ഈ പൊതുഭരണം എന്ന ടോപ്പിക് വരുന്നത്? ഇത് 10ാം ക്ലാസിന്റെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി വിഭാഗത്തിലെ 3ാമത്തെ അധ്യായമായ പൊതുഭരണം എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. പാഠപുസ്തകത്തിന്റെ മലയാളം പാഠപുസ്തകത്തിന്റെ 52ാമത്തെ പേജിൽ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് ഉണ്ടായിരുന്ന ഒരു വരിയായിരുന്നു, ഒരു ചെറിയൊരു വരിയാണ് ഈ ചോദിച്ച ഒരു ചോദ്യം. ആ ചോദ്യം ആ ടെക്സ്റ്റിലുള്ള അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നതായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതെന്ന് SCERT, NCERT ടെക്സ്റ്റുകളിൽ നിന്നാണ് ഇപ്പോൾ PSC സമീപകാലങ്ങളിൽ ചോദിക്കുന്നത്. 2019 നടന്ന VEയുടെ പരീക്ഷയുടെ ഒത്തിരി ചോദ്യങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ അച്ചടിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പറിച്ചു നട്ട പോലെ തന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ വളരെയധികം പഠിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ലാസ്സുകൾ പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഹിസ്റ്ററി വിഭാഗത്തിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ആദ്യ പാഠഭാഗത്തെ കുറിച്ചാണ്. എല്ലാവർക്കും PSC 5Gയുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോ ആദ്യത്തെ അധ്യായം 10ാം ക്ലാസ്സിലെ ആദ്യത്തെ സോഷ്യൽ സയൻസിന്റെ ആദ്യത്തെ അധ്യായം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അപ്പൊ നമ്മൾ ലോകത്തെ സ്വാധീനിച്ച ഈ വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൽ ഏതൊക്കെ വിപ്ലവങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നുള്ള ആദ്യം ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. ഇത്രയും വിപ്ലവങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കാം. ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കാം. അപ്പോ നമ്മൾ പഠിക്കാൻ പോവാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം 1775 മുതൽ 1783 വരെയുള്ള കാലഘട്ടമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത്. ഇനി നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ സമീപകാലങ്ങളിൽ പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്ത് ചോദ്യമുണ്ട് എന്ന്. 2019 നടന്ന VEയുടെ എക്സാമിൽ ഒരു ചോദ്യമായിരുന്നു, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഇത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഇത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻ പഠിക്കുകയാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന്റെ രൂപജ്ഞാതാവ് അല്ലെങ്കിൽ ആ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരെന്ന് വെച്ചാൽ ജെയിംസ് ഓട്ടിസ് ആണ്. ഈ നമ്മൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തില് 16ാം നൂറ്റാണ്ടോട് കൂടി യൂറോപ്യന്മാര് അമേരിക്കയിലേക്ക് കുടിയേറാൻ തുടങ്ങുകയാണ്. വിഭവങ്ങൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെ യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് എത്തുന്നു. അവരവിടെ കോളനികൾ സ്ഥാപിക്കുന്നു, അവിടുത്തെ ജനങ്ങളെ അടിമകളെ പോലെയൊക്കെ പണിയെടുപ്പിക്കുന്നു. തുടർന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നു. ഇതാണ് അതിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ തുടക്കം എന്ന് പറയുന്നത് കൊളംബസിലൂടെയാണ്. നമ്മുടെ അടുത്ത ചോദ്യം, ക്രിസ്റ്റഫർ കൊളംബസ് സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തിയ വർഷം. ക്രിസ്റ്റഫർ കൊളംബസ് സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തിയ വർഷം അത് 1492 ആണ്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തുന്നത്. ശരി, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
വടക്കേ അമേരിക്കയിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ നമ്മുടെ കൊളംബസ് വിളിച്ച പേര് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് റെഡ് ഇന്ത്യൻസ് എന്നാണ് ഉത്തരം. വടക്കേ അമേരിക്കയിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ കൊളംബസ് വിളിച്ച പേര് അത് റെഡ് ഇന്ത്യൻസ് എന്നാണ്. അടുത്തത്, ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയിൽ എത്തിച്ചേർന്ന ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്ന പേര് എന്താണ് എന്നുള്ളതാണ്. തീർത്ഥാടക പിതാക്കർ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാരെ അറിയപ്പെടുന്ന പേര് തീർത്ഥാടക പിതാക്കന്മാർ എന്നാണ്. അപ്പോ ഈ തീർത്ഥാടക പിതാക്കന്മാർ സഞ്ചരിച്ച കപ്പലിന്റെ പേര് എന്താണ്? PSC ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തീർത്ഥാടക പിതാക്കന്മാർ സഞ്ചരിച്ച കപ്പലിന്റെ പേര് എന്താണ്? ആ കപ്പലിന്റെ പേര് മെയ് ഫ്ലവർ എന്നാണ്. എന്താണ്? തീർത്ഥാടക പിതാക്കന്മാർ സഞ്ചരിച്ച കപ്പലിന്റെ പേര് മെയ് ഫ്ലവർ എന്നാണ്. ഓക്കെ, ഈ ഇംഗ്ലീഷുകാർ നമ്മൾ പറഞ്ഞു അവർ യൂറോപ്പിലേക്ക് വരുന്നു, അവിടെ വിഭവങ്ങൾ കൈയടക്കുന്നു, കോളനികൾ സ്ഥാപിക്കുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഈ ഇംഗ്ലീഷുകാർ അമേരിക്കയിൽ കോളനികളിൽ നടപ്പിലാക്കിയ നയം എന്ത് എന്നറിയപ്പെടുന്നു? വളരെ പ്രശസ്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. PSC സമീപകാലങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നയം എന്തു പേരിൽ അറിയപ്പെടുന്നു? അത് മെർക്കന്റലിസം എന്നറിയപ്പെടുന്നു. എന്താണ്? മെർക്കന്റലിസം നയങ്ങൾ എന്ന ഒരു ബോക്സ് ആക്കി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു 5 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. അതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എഴുതേണ്ടതാണ്. അപ്പൊ മെർക്കന്റലിസ്റ്റ് എന്ന നിയമങ്ങളുമുണ്ട്, വായിച്ചു നോക്കുക പാഠപുസ്തകം. ഓക്കെ, അപ്പൊ എന്തായാലും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികൾ നടപ്പിലാക്കിയ നയം അറിയപ്പെടുന്നത് മെർക്കന്റലിസം എന്നാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒക്കെ കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി എന്താണ് എന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയ്ക്ക് മേൽ ചുമത്തിയ അമിത നികുതിയിൽ പ്രതിഷേധിച്ച് ബോസ്റ്റണിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിലെ കപ്പലിലേക്ക് കയറുകയും അവിടെ ഉണ്ടായിരുന്ന തേയില പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്ത സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയ്ക്ക് മേൽ ചുമത്തിയ അമിതമായിട്ടുള്ള നികുതിയിൽ പ്രതിഷേധിച്ച് ബോസ്റ്റണിലെ ജനങ്ങൾ ഇംഗ്ലണ്ടിന്റെ കപ്പലിലേക്ക് അതിക്രമിച്ചു കയറുകയും തേയില പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്ത സംഭവമാണ് ചരിത്രത്തിൽ ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ, ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് അരങ്ങേറിയത്? ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ഡിസംബർ 16 ആണ്. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി അരങ്ങേറുന്നത്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും ഉണ്ട്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ചിന്തകന്മാരും അവരുടെ പ്രധാനപ്പെട്ട 2 കൊട്ടേഷനുകളും അവരുടെ പ്രസ്താവനകളുമാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ പറയാൻ പോവുകയാണ്. ആരാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ പ്രസ്താവനയാണ്? അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ ആരുടേതാണ്? എന്താണ്? മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണ്. ആരാണ്? ജോൺ ലോക്ക് ആണ്. പ്രസ്താവനകൾ പഠിച്ചു നോക്കുക, PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ അടുത്തൊരു പ്രസ്താവന കൂടി പഠിക്കുക. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, വിദേശ ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലണ്ടിനെയാണ്, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര എന്ന് ഉദ്ദേശിക്കുന്നത് വടക്കേ അമേരിക്കയുമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് തോമസ് പെയിൻ ആണ്. ആരാണ്? തോമസ് പെയിൻ ആണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോണ്ടിനെന്റൽ കോൺഗ്രസുകളെ കുറിച്ചാണ്, കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ. അപ്പോ ആദ്യത്തെ ചോദ്യം തന്നെ നമുക്ക് തുടങ്ങാം. VO 2019 ചോദ്യമാണ്. കോണ്ടിനെന്റൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യമാണ്. കോണ്ടിനെന്റൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VOയുടെ 2019 ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ. അപ്പോ നമുക്ക് പഠിക്കാം കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ. ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം നടന്ന വർഷം 1774 ആണ്. എവിടെയാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നതെന്ന് ചോദിച്ചാൽ ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം 1774 നടക്കുന്നത് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം
രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം 1775 നടക്കുന്നത് ഫിലാഡൽഫിയയിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ രണ്ട് കോണ്ടിനെന്റൽ സമ്മേളനങ്ങൾ, ആദ്യത്തേത് 1774, രണ്ടാമത്തേത് 1775, രണ്ടും നടക്കുന്നത് ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അത് ജോർജ് വാഷിംഗ്ടൺ ആണ്. ആരാണ്? രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ജോർജ് വാഷിംഗ്ടൺ. ഓക്കെ, അടുത്തത്, കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് ആരാണ്? കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് ആരാണ്? നേരത്തെ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറയുകയുണ്ടായി, തോമസ് പെയിൻ ആണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത്. ഓക്കെ, അടുത്ത ചോദ്യം, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയ വർഷം എന്നാണ്. വർഷവും ഡേറ്റും ഉണ്ട്. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വതന്ത്ര പ്രഖ്യാപനം നടത്തുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് പാസാക്കിയ ഈ സ്വതന്ത്ര പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരൊക്കെയാണ്? അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ്. ആരൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ്. ഓക്കെ, ഇനി നമുക്ക് 2020 LD SR4ST പരീക്ഷയ്ക്ക് വളരെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് പോകാം. ആ ചോദ്യം എങ്ങനെയാണ്? അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട ഉടമ്പടി ഏതായിരുന്നു എന്നാണ് ചോദ്യം. വളരെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, ടെക്സ്റ്റ് ചോദ്യവുമാണ്. അപ്പൊ എന്താണ് അതിന്റെ ഉത്തരം? എന്നാൽ ചോദ്യം എന്താണ്? അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ട ഉടമ്പടി ഏതായിരുന്നു എന്നാണ് ആ ചോദ്യം. അത് പാരീസ് ഉടമ്പടിയാണ്. ഓക്കെ, അപ്പൊ ആ പാരീസ് ഉടമ്പടിയുടെ വർഷം എന്നാണ് എന്നുള്ളത് നമ്മൾ അടുത്തായിട്ട് പഠിക്കണം. 1783 പാരീസ് ഉടമ്പടി ഒപ്പിട്ട വർഷം. ഓക്കെ, അങ്ങനെ പാരീസ് ഉടമ്പടിയെ കഴിഞ്ഞിട്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഭരണഘടന തയ്യാറാവുകയാണ്. ഓക്കെ, അപ്പൊ അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? നമ്മുടെ അടുത്ത ചോദ്യമാണ്, അമേരിക്കയ്ക്ക് വേണ്ടി ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? അത് ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കിയത്. ഓക്കെ, അപ്പോ ആ ഭരണഘടന എന്ന് നിലവിൽ വന്നു? അപ്പോ അമേരിക്കയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന് നമ്മുടെ അടുത്ത ചോദ്യമാണ്. 1789 അമേരിക്കയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ഭരണഘടന നിലവിൽ വന്നു, സ്വാഭാവികമായിട്ടും ഭരണകൂടം വേണം, പ്രസിഡന്റ് വേണം, അല്ലെ? അപ്പോ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? അത് ജോർജ് വാഷിംഗ്ടൺ ആണ്. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വരുന്ന അടുത്ത പോയിന്റ് എന്താണ്? അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് ജോർജ് വാഷിംഗ്ടൺ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആദ്യ പാഠമാണ്. അതിലെ ആദ്യ വിപ്ലവം അമേരിക്കൻ വിപ്ലവം. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഫ്രഞ്ച് വിപ്ലവമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഓരോ ക്ലാസ് ആയിട്ട് നമ്മുടെ ഈ വിപ്ലവങ്ങളെല്ലാം തന്നെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഫോളോ ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഇതിന്റെ നോട്ട് PDF ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പൊ ആ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. എല്ലാവരും അത് കയറി നോക്കിയിട്ട് ഇതിനെ സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവരും തുടർന്ന് കാണുക. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോ ഇവിടെ പഠിച്ച ഈ ക്ലാസിന്റെ PDF കോപ്പി നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ്. നമ്മുടെ ഈ ക്ലാസിന്റെ PDF കോപ്പി, ഇന്ന് നമ്മൾ പഠിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുന്ന PDF കോപ്പി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാണ്. അപ്പൊ ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കയറി നോക്കാം, ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമാകാം. നമ്മൾ പഠിച്ചതിനോടൊപ്പം തന്നെ എഴുതിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ കയറുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമാകുക.